ശ്രീരാജാണ് അതിൻ്റെ ഒരു ബേസിക് എന്താ പറയുക, ആ എഴുത്തിലൊക്കെയുള്ള ശ്രീരാജിൻ്റെ ഒരു ക്വിക്നെസ് ഉണ്ട്. ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ. അയാൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ്, തമാശയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയിപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അപ്പോൾ അത് തന്നെയാണ് അത് ചെയ്യുമ്പോഴും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ശ്രീരാജ് ഒരു 2 ടേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്തെ ശ്രീരാജ് അവിടെ ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറേ പ്രാവശ്യം കൂടെ കിട്ടുന്നു. ശ്രീരാജ് കുറേ ഫീഡ്ബാക്ക് തരും, അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല. അത് അങ്ങനെ എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ വന്ന് അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്നത് ഡോക്ടറല്ല, പുള്ളിക്ക് വേറെ പല ഫീഡ്ബാക്സും തോട്ട് പ്രോസസ്സൊക്കെ ഉള്ള ഒരാളാണ്. എല്ലാം വേറെ രീതിയിൽ ആലോചിക്കുന്നത് മനസ്സിലാണ്. അപ്പോൾ അതൊക്കെയാണ് ക്യാരക്ടേഴ്സിന് എല്ലാവരുടെയും പെർഫോമൻസസിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലോ ബേസിൽ കോംബോ വരുന്നത്. വൈറസിലുണ്ട്, പക്ഷെ മുഴുനീളം കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിലിം വർക്ക് അധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടലും കുറവായിരുന്നു. ഞങ്ങൾ ഈ പടത്തോടു കൂടിയാണ് ഞങ്ങൾ ഭയങ്കര പരിചയമൊക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും. കാരണം ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള കാരണം നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബേസിൽ അഭിനയിച്ചിട്ടുള്ളതും. അപ്പോൾ അവർ പറഞ്ഞിട്ടും അറിയാം. പിന്നെ നമ്മളെല്ലാ സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ 2 തരത്തിലിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പല ടേക്കുകൾ ഇങ്ങനെ പോകുന്നതോറും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയാണ്. കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ തന്നെ കുറേ അധികം ടേക്കുകൾ ഇങ്ങനെ പോകുമായിരുന്നു. കാരണം അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടാറുണ്ട്. ഡബ്ബാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി ഒരു 8 ദിവസം എടുത്ത് ഡബ് ചെയ്യുന്നത്. മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളതായിട്ട് ചെയ്ത് പോകുന്നത്, പക്ഷെ നിർത്തിയത് ഓരോരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത്. പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തതിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിലെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ള മൂവി കൂടിയാണ് പ്രാമുഷ. അപ്പോൾ ഭയങ്കര സൈറ്റിലായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളാണ്. ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. എൻ്റെ സൗഭികയുടെ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് തീർച്ചയായും. എല്ലാ രീതിയിലുള്ള മാനേഴ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതെ, അത് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഞൊണ്ടമാണ്. ഇങ്ങനത്തെ ലുക്കാന്ന് പറയും. ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞൊണ്ടനാന്ന് പറയും. പക്ഷെ ഷൂട്ടിൻ്റെ തലേ ദിവസമായിട്ടാണ് ടെൻഷൻ തുടങ്ങിയത്. കാരണം ഇത് ഫുള്ള് പിടിക്കണമല്ലോ. അപ്പോൾ എന്ത് ഞൊണ്ട് പിടിക്കണം, കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവി തോറും ഓടുമ്പോൾ അതിന് കുറച്ചും കൂടി സ്റ്റൈൽ വരും. അത് ഫസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഇതിൽ. കാരണം അതിന് മുമ്പ് ഞൊണ്ടി നോക്കിയില്ല. ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ വെറുതെ നടന്നു പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെ പോലെയൊക്കെ നടന്ന് അവൻ്റെ അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട്. പിന്നെ ഞാൻ ഇതിൽ നമ്മുടെ രാധടിയിലൊരു സോങ് കെട്ടിൽ ഞാൻ ബാസിലെ ബൈക്കിലോട്ട് ഞൊണ്ടനായിട്ട് ഓടി വന്ന് ചാടി കയറുന്നൊരു ഷോട്ടുണ്ട്. അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ശ്രീരാജനെ ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ പിടിച്ചാൽ മതി, നമുക്ക് കറിഞ്ഞ് ചോദിച്ച് ഓക്കെയാണ്. പക്ഷേ ഇത് മുട്ട പിടിക്കേണ്ട ഒരു കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഫൈറ്റ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പാണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഒന്ന് ലോക്കായി. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായി. ഒരു സീൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം. അതിന് പിന്നെ കുറച്ച് ദിവസം കണ്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബേസിലെ സീനൊക്കെ കഴിഞ്ഞ് ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ച് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ സീൻ എടുത്തപ്പോൾ ഞാൻ ആ സീനിൽ നടന്ന് കട്ട് പറഞ്ഞ് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതിലും ഉണ്ടാകാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അയ്യോ വൺ മോർ എന്താ ഞാൻ ഞൊണ്ടിയില്ലേ അങ്ങനെയൊക്കെ ഒരു ഷോട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പണിയായിരുന്നു. പക്ഷെ അതിനനുസരിച്ച്
ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടറെ. താങ്ക് യു സോ